നമ്മളെല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് സെക്ഷൽ അബ്യൂസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരെ സംരക്ഷിക്കുക എന്നത്. അതിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും തന്നെ കുഞ്ഞുങ്ങൾക്ക് ഗുഡ് ടച്ച് ചെയ്ത് ബാഡ് ടച്ച് ചെയ്ത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലേ. അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകളായാലും ഒരുപാട് ആർട്ടിക്കിൾസ് ആയാലും നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. എന്നാൽ ഒന്നാമതായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന ആ രണ്ട് പദങ്ങൾ ഇപ്പോൾ ഉപയോഗത്തിലില്ല കുറച്ച് വർഷങ്ങളായി. അതിനു പകരം സേഫ് ടച്ച്, അൺസേഫ് ടച്ച് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താണ്? ഈ ബാഡ് ടച്ച് പോലും കാലക്രമേണ ചില കുട്ടികൾക്കെങ്കിലും ഗുഡ് ടച്ചായി അനുഭവപ്പെടും. അപ്പോൾ അവർക്കത് ഗുഡാണെന്ന് തോന്നുകയാണെങ്കിൽ, അവർക്ക് ആ ടച്ച് മൂലം അവർക്ക് സുഖമാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവരതിനെ ബാഡ് ടച്ചായിട്ട് റിപ്പോർട്ട് ചെയ്യുമോ? ഇല്ല. അതിനാൽ തന്നെ സേഫ് ടച്ച് അൺസേഫ് ടച്ചാണ് നമ്മൾ പറയേണ്ടത്, ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നല്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്താണെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു നമ്മൾ ഈ ഒരു സെക്ഷൽ അബ്യൂസിനെ കുറിച്ച് അവർക്ക് നൽകേണ്ട എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന്. അത് തീർത്തും തെറ്റാണ്. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, അത് രക്ഷിതാക്കൾ മാത്രമല്ല കുഞ്ഞുങ്ങളെയും പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടതാണ്. ബലാത്സംഗം എന്ന് പറയുന്നത് ചെയ്താൽ മാത്രമേ അതൊരു സെക്ഷൽ അബ്യൂസ് ആവുള്ളൂ, അതല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് ആവില്ല എന്ന ധാരണ തീർത്തും തെറ്റാണ്. റേപ്പ് എന്ന് പറയുന്നത് സെക്ഷൽ അബ്യൂസിന്റെ ഭാഗമായി നടക്കുന്നത് വളരെ വിരളമായിട്ടാണ്. വാസ്തവം പറയുകയാണെങ്കിൽ ബാക്കി പലതരത്തിലുള്ള സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ലൈംഗിക ചൂഷണമാണ് നടന്നു വരുന്നത്. അപ്പോൾ ഏതൊക്കെ തരം ആക്ടിവിറ്റീസ് ആണ് സെക്ഷൽ അബ്യൂസ് എന്ന ആ ഒരു കാര്യത്തിന് താഴെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത്? അതിനെക്കുറിച്ച് നോക്കാം ഈ വീഡിയോയിൽ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സീത. രണ്ട് പ്രത്യേക വിഭാഗത്തിലെ ആക്ടിവിറ്റീസിനെ നമുക്ക് സെക്ഷൽ അബ്യൂസ് എന്ന ആ ഒരു കാര്യത്തിൻ്റെ കീഴിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഒന്ന് നോൺ ടച്ചിങ് ആക്ടിവിറ്റി, രണ്ട് ടച്ചിങ് ആക്ടിവിറ്റി. വാസ്തവം പറഞ്ഞാൽ ഈ ടച്ചിങ് ആക്ടിവിറ്റീസ്, നോൺ ടച്ചിങ് ആക്ടിവിറ്റീസ് ഇവയെല്ലാം ഓരോന്നിനെ കുറിച്ചും ഇങ്ങനെ പേരെടുത്ത് പറയുക എന്നത് എനിക്ക് തന്നെ വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു തരാതിരിക്കാൻ വേറെ വഴിയില്ലല്ലോ, അത് കാരണം മാത്രം പറയുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അബ്യൂസിന്റെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ടച്ചിങ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. തൻ്റെ തന്നെ ലൈംഗിക സുഖം അല്ലെങ്കിൽ സെക്ഷൽ പ്ലഷറിന് വേണ്ടി കുഞ്ഞിൻ്റെ ഏതെങ്കിലുമെല്ലാം ഭാഗം തലോടുകയോ അല്ലെങ്കിൽ ഫോണ്ടിൽ ചെയ്യുകയോ ചെയ്യുക, ലൈംഗിക ചൊവ്വയോടെ ഒരു കുട്ടിയെ ഉമ്മ വയ്ക്കുക, തങ്ങളുടെ ഗുഹ്യഭാഗം അല്ലെങ്കിൽ ജനനേന്ദ്രിയ ഭാഗം കുട്ടിയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരയ്ക്കുക. കഷ്ടം, ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ എനിക്കങ്ങ് ഒരു അറപ്പ് വരിക. കുട്ടിയുടെ ശരീരത്തിലെ പ്രൈവറ്റ് പാർട്സിൽ തൊടുക, അതല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് തങ്ങളുടെ പ്രൈവറ്റ് പാർട്സിൽ തൊടിയിപ്പിക്കുക, കുട്ടിയെ കൊണ്ട് മൂന്നാമതൊരാളുടെ പ്രൈവറ്റ് പാർട്ടിനെ തൊടിയിച്ച് അങ്ങനെ കുട്ടി മൂന്നാമതൊരാളുടെ പ്രൈവറ്റ് പാർട്സ് തൊട്ട് എന്തെങ്കിലുമൊക്കെ ഇവർ പറയുന്നത് അനുസരിച്ചിട്ട് ചെയ്യുമ്പോൾ അത് കണ്ട് സന്തോഷം തേടുക, കുട്ടിയെ ഓറൽ സെക്സ് ചെയ്യുവാനോ അതല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് തങ്ങൾക്ക് ഓറൽ സെക്സ് ചെയ്യിക്കുവാനോ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ നിർബന്ധിക്കുക, തങ്ങളുടെ മാത്രം മുന്നിൽ വെച്ചോ അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ മുന്നിൽ വെച്ചോ കുട്ടിയെ സ്വയം മാസ്ട്രുബേറ്റ് ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ നിർബന്ധിപ്പിക്കുക, അതായത് സ്വയംഭോഗം ചെയ്യാൻ വേണ്ടി കുട്ടിയെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ നിർബന്ധിപ്പിക്കുക. പെൺകുട്ടിയാണെങ്കിൽ കുട്ടിയുടെ വജൈന, ഏനസ് അല്ലെങ്കിൽ മൗത്ത് ഇവയിലേക്ക് പെനിസ് അല്ലെങ്കിൽ നാക്ക് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓബ്ജക്ട്സ് ഇൻസേർട്ട് ചെയ്യുക. ആൺകുട്ടിയാണെങ്കിൽ വജൈന ഉണ്ടാവില്ല, എന്നാൽ ഏനസ് അല്ലെങ്കിൽ മൗത്ത് ഇവയിലേക്ക് ഏതെങ്കിലും ഓബ്ജക്ട്സ്, ഞാൻ ഈ പറഞ്ഞതുപോലെ ടങ് അല്ലെങ്കിൽ പെനിസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓബ്ജക്ട്സ് ഇൻസേർട്ട് ചെയ്യുക. ഇവയെല്ലാം ടച്ചിങ് ആക്ടിവിറ്റീസിൽ പെടുന്നതാണ്. കഷ്ടം, ഇതെല്ലാം പറഞ്ഞു തരുമ്പോൾ തന്നെ എനിക്ക് ആകെ എന്തൊക്കെയോ പോലെ ചെയ്യുകയാണ്. ഇനി അടുത്തത് നമുക്ക് നോൺ ടച്ചിങ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോൺ ടച്ചിങ് ആക്ടിവിറ്റീസും ഒരുപാടുണ്ട് കേട്ടോ. കുട്ടിയോട് ലൈംഗിക ചൊവ്വയുള്ള ഭാഷയിൽ സംസാരിക്കുക, പ്രത്യേകിച്ചും നിന്നെ കാണാൻ നല്ല രസമുണ്ടല്ലോ, നീ ഒരുപാട് അങ്ങ് വളർന്നു പോയല്ലോ, അല്ലെങ്കിൽ നിന്റെ ആ പർട്ടിക്കുലർ ഭാഗം ഒരുപാട് വലുതായിട്ടുണ്ടല്ലോ, അത് കാണുമ്പോൾ എനിക്ക് പിടിക്കാൻ തോന്നുന്നു, ആ രീതിയിലൊക്കെ ഉള്ള ഒരു സംസാരം. അതുപോലെ പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ ശാരീരിക വളർച്ച, പ്രത്യേകിച്ചും ലൈംഗികപരമായിട്ടുള്ള വളർച്ചയുണ്ടല്ലോ, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുക, അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കമന്റ് പറയുക.
പോണോഗ്രാഫി ബുക്കുകളോ അല്ലെങ്കിൽ പോണോഗ്രാഫി വീഡിയോകളോ കാണുവാൻ വേണ്ടി കുട്ടിയെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ നിർബന്ധിക്കുക. ഇന്നത്തെ കാലത്ത് പോണോഗ്രാഫി ബുക്കുകളെക്കാൾ എത്രയോ കൂടുതൽ ആണ് ഈ പോണോഗ്രാഫി വീഡിയോസ്. എത്രയോ എളുപ്പത്തിൽ ലഭ്യവും അത് തന്നെയാണ്. അപ്പോൾ അത് കാണുവാൻ വേണ്ടി കുട്ടിയെ നിർബന്ധപൂർവം പ്രേരിപ്പിക്കുക. അങ്ങനെ കാണുന്ന സമയത്ത് ആ വീഡിയോയിലെല്ലാം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുഞ്ഞിനോട് ഓരോ കാര്യങ്ങളെല്ലാം പറയുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരുമാതിരി കമൻസ് എല്ലാം പാസ്സാക്കുക. പിന്നെ സെക്ഷുവൽ ആക്ട്സ്, അത് ഒരു ആണും പെണ്ണും തമ്മിലായിക്കോട്ടെ അല്ലെങ്കിൽ രണ്ട് ആണുങ്ങൾ തമ്മിലായിക്കോട്ടെ, ഇങ്ങനത്തെയുള്ള സെക്ഷുവൽ ആക്ട്സ് കാണുവാൻ വേണ്ടി കുട്ടിയെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ നിർബന്ധിപ്പിക്കുക. ഇത് വളരെ നല്ല കാര്യമാണ്, ഇങ്ങനെയൊക്കെ കണ്ടാൽ ഭാവിയിൽ നിനക്ക് ഉപകാരമാകും എന്നൊക്കെ പറഞ്ഞു. അതല്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായും നീ ഇത് കണ്ടേ പറ്റൂ, ഇത് നോക്കൂ, ഇത് കാണൂ, ഇവിടെ ഇരിക്കൂ, എന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നത് കാണൂ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധപൂർവ്വം കുട്ടിയെ അവിടെ പിടിച്ചിരുത്തി കുട്ടിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യുക. കുട്ടികളെ, അത് ആൺകുട്ടികളെ ആയിക്കോട്ടെ പെൺകുട്ടികളെ ആയിക്കോട്ടെ, സെക്ഷൽ പോസസിൽ ഫോട്ടോഗ്രാഫി എടുക്കുക. ഒന്നുകിൽ വസ്ത്രം പകുതി അഴിച്ചു മാറ്റി, അതല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള വൾഗറായിട്ടുള്ള ആ ഒരു പോസസിലെല്ലാം ഫോട്ടോഗ്രാഫ്സ് എടുക്കുക. ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സ് എല്ലാം ഒന്നുകിൽ എഡിറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാതെയോ തന്നെ ഇന്റർനെറ്റിലോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലോ ഇടുക. കുട്ടിയുടെ അറിവോടെയോ അല്ലെങ്കിൽ കുട്ടി അറിയാതെയോ കുട്ടി കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുട്ടി വേഷം മാറുന്ന സമയത്തോ കുട്ടിയെ ശ്രദ്ധിക്കുക, ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുക. അതുപോലെ കുട്ടി കാണുക തങ്ങളുടെ പ്രൈവറ്റ് പാർട്സ് കുട്ടിക്ക് കാട്ടിക്കൊടുക്കുക. ഇതിനെ എക്സിബിഷനിസം എന്നാണ് പറയുന്നത്. അതേപോലെ ഏതെങ്കിലും എല്ലാം പോണോഗ്രാഫിക് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടിയെ അവിടെ ഒരു കാഴ്ചക്കാരനായി നിർത്തുക. അതല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം ഷൂട്ട് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ പലതരം നോൺ ടച്ചിങ് ആക്ടിവിറ്റീസും സെക്ഷുവൽ അബ്യൂസിൽ പെടുന്നതാണ്. ഈ നോൺ ടച്ചിങ് ആക്ടിവിറ്റീസ് ചിലതെല്ലാം ഡയറക്റ്റ് ആയിട്ട് ഫേസ് ടു ഫേസ് കാണുമ്പോൾ ചെയ്യുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള സെക്ഷുവൽ അബ്യൂസും ആകാം. ഓൺലൈനായിട്ടുള്ള സെക്ഷൽ അബ്യൂസിനെ കുറിച്ച് പ്രത്യേകമായിട്ട് തന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. എന്ത് തന്നെയായാലും നോൺ ടച്ചിങ് ആക്ടിവിറ്റീസും ടച്ചിങ് ആക്ടിവിറ്റീസും രണ്ടും ഒരുപോലെ മോശമാണ്. രണ്ടും സെക്ഷൽ അബ്യൂസ് എന്ന കാറ്റഗറീസിൽ പെട്ടതാണ്. ഇതിനെക്കുറിച്ച് പല മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും അറിയില്ല തന്നെ, പല അധ്യാപകർക്കും അറിയില്ല തന്നെ. അതിനാൽ തന്നെയാണ് നമുക്ക് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത്. ഇപ്പോൾ ഈ വീഡിയോ കണ്ട ശേഷമെങ്കിലും നിങ്ങൾക്ക് നോൺ ടച്ചിങ് ആക്ടിവിറ്റീസിനെ കുറിച്ചും ടച്ചിങ് ആക്ടിവിറ്റീസിനെ കുറിച്ചും ഒരു ഏകദേശ രൂപം കിട്ടിക്കാണും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി മുതലെങ്കിലും നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളുമെല്ലാം ഉൾപ്പെടുത്തി പറഞ്ഞു കൊടുക്കും എന്നും ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, എപ്പോഴൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, എത്ര കൂടുമ്പോഴാണ് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത്, അതിനെക്കുറിച്ചെല്ലാം വഴിയെ വേറെ വീഡിയോസിൽ പറയാം കേട്ടോ.